ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവമൊരുക്കിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്ത തിരുവചന ഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം. റോമർ 8:17. നാം മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം മക്കളെങ്കിലോ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആകുന്നു. ദൈവത്തിൻ്റെ വചനം ഇവിടെ വ്യക്തമായി വിളിച്ചു പറയുന്നത് മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ്. നമ്മുടെ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു മാതാപിതാക്കളുടെ മക്കൾ ആ പിതാവിൻ്റെ സ്വത്തിനും എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കും അവകാശപ്പെട്ടതാണ്. അതുമാത്രമല്ല, പിതാവിൻ്റെ സ്വഭാവ ഗുണങ്ങളിൽ ഏറിയ ഭാഗവും തലമുറകളിലേക്ക് കൈമാറി ആ സ്വഭാവ ഗുണങ്ങളുടെ അവകാശം വരെയും മക്കൾക്ക് ലഭിക്കുന്നത് പതിവാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ വചനം പറയുന്നത് നാം മക്കളെങ്കിലോ അവകാശികളാണ്. രണ്ട് രീതികളിലോ ഈ അവകാശം നമ്മൾ നിൽക്കുവാനിടയാകും. ഒന്ന്, സ്വഭാവ ഗുണങ്ങളിലും നമ്മുടെ ജീവിച്ചു പോയ സാഹചര്യങ്ങളിലൂടെ ലഭിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ മക്കൾക്ക് അവകാശമായി ലഭിക്കുവാനിടയാകും. പിതാവിനുള്ള നല്ല ഗുണങ്ങളും ദോഷഗുണങ്ങളും ചില കുഞ്ഞുങ്ങൾ അതിന് അവകാശികളായ അതേ രീതിയിൽ തന്നെ അതേ മാതൃകയിൽ നല്ല ഗുണങ്ങളെ അനുകരിച്ചു പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അത് പിതാവിൻ്റെ നല്ല ഗുണങ്ങളുടെ അവകാശം കുഞ്ഞുങ്ങൾ അത് സ്വീകരിക്കുകയും അനുഭവിക്കുകയും അത് മുന്നോട്ട് പോകുവാൻ ഇടയാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നാം ഭൗതികമായ നന്മകളും പിതാക്കന്മാരുടെ അവകാശം മക്കൾക്ക് ലഭിക്കുവാനിടയാകും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളായി നാം തീരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങളാകുന്ന ശ്രേഷ്ഠ ഗുണങ്ങൾ, മാന്യമായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് അവകാശമായി ലഭിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഭൗതികമായ നന്മകളും ഭൗതികമായ അവകാശങ്ങളെയാണ് കൂടുതലായി എല്ലാവരും ആഗ്രഹിക്കുന്നതായി കാണുവാനിടയാകുന്നത്. എന്നാൽ അവകാശമെന്ന് പറയുന്നത് അപ്പൻ്റെ നല്ല ഗുണങ്ങളും മക്കൾക്ക് അവകാശമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മക്കളായിത്തീരുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ നല്ല ഗുണങ്ങൾ, സൽഫലങ്ങൾ അവരുടെ ദൈവത്തിൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. ഇന്ന് ആത്മീയ ഗോളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ഗുണങ്ങളെ അവകാശമാക്കാൻ ആഗ്രഹിക്കാതെ ഭൗതികമായ നന്മകൾക്കും അതിനുള്ള വഴികൾക്കു വേണ്ടി വെമ്പൽ കൊണ്ട് ഓടുകയാണ് മനുഷ്യ സമൂഹം. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ അവകാശം, അധികാരം, ഇതൊക്കെയും മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ പിതാവായ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചും ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചവരെ ശിക്ഷരാക്കിക്കൊള്ളുവീൻ എന്ന് ആ ശിഷ്യന്മാർക്ക് ദൈവം യേശു കർത്താവ് അധികാരം നൽകി. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരം തൻ്റെ മക്കൾക്ക് അവകാശമായി നൽകുന്നു. അതുപോലെ തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയും സകല ഭൂതങ്ങളുടെ മേലും സകല വ്യാധികളെയും സൗഖ്യമാക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അധികാരങ്ങളുടെ അവകാശം തൻ്റെ മക്കൾക്ക് ലഭിക്കേണ്ടതാണ്. അത് ലഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് വചനം യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മക്കളുടെ മേൽ ദൈവം പകർത്തി ദൈവത്തിനുള്ളവരാക്കി ദൈവം
വേർതിരിക്കുന്നു. ആത്മാവും തൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അധികാരം മക്കൾക്ക് അവകാശപ്പെട്ടത്, ആത്മാവ് അവർക്ക് അവകാശപ്പെട്ടത്, ദൈവത്തിൻ്റെ സകല സ്വത്തിനും ഇവർ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് മക്കൾ അപ്പനോട് യാചിക്കുകയല്ല വേണ്ടത്. ആമേൻ. അത് അവകാശമാണ്. അത് അപ്പൻ തരുവാൻ ബാധ്യസ്ഥനുമാണ്. അതുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവന് ഏവനുമല്ല, കർത്താവിനെ ഇഷ്ടം ചെയ്യുന്നവൻ ആമേൻ അവന് മക്കളായി ദൈവം കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി നാം തീരുക. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിനല്ല ദൈവത്തിന് പ്രസാദം. കർത്താവിനെ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവത്തിന് സ്നേഹം കൂടുതൽ. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ വിളിച്ച് കൊണ്ടുപോകുന്ന അനേകരുണ്ട്. ഒരു കൂട്ടരുണ്ട്, കർത്താവേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു കൊണ്ടുപോകുവാൻ മാത്രം നടക്കുന്നവരുണ്ട്. അവർ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമല്ല. അത് ദൈവം അംഗീകരിച്ചിട്ടില്ല. എന്നാൽ കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ മക്കൾ. അതിന് നമുക്ക് തെളിവുണ്ട്. കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ ഇറങ്ങി യോഹന്നാനാൽ സ്നാനം ഏറ്റ് കരയ്ക്ക് കയറുമ്പോൾ ആമേൻ സ്വർഗം തുറന്നോ പരിശുദ്ധാത്മാവ് പാവന്ന പോലെ ഇറങ്ങി, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ പുത്രൻ ചെയ്തപ്പോൾ ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവൻ, ദൈവത്തിന് പ്രസാദം തോന്നുന്നു, അവന് പ്രിയപുത്രന്മാരായി ദൈവം വേർതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രിയമക്കളാകുവാൻ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ആത്മീയവും ഭൗതികവും അധികാരവുമായ അവകാശങ്ങൾക്ക് നമ്മൾ ഉടമകളാകേണ്ടത് ആവശ്യമാണ്. ഒരപ്പന് 2 ഏക്കർ വസ്തുവുണ്ടെങ്കിൽ, 2 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരു ഏക്കർ വസ്തുവിന് ഓരോരുത്തരും അവകാശപ്പെട്ടതുപോലെ നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അവകാശങ്ങൾ, നന്മകൾ, ദൈവത്തിൻ്റെ സ്വത്തുക്കൾ സകലതും മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. സ്തോത്രം. അതുകൊണ്ട് ഭൂമിയിലുള്ള അവകാശം മാത്രമല്ല, സ്വർഗത്തിലുള്ളതും കൂടെ നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് കഥ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഭൂമിയിലുള്ള മാത്രം അവകാശമല്ല, സ്വർഗത്തിലുള്ള അവകാശം കൂടെ ദൈവത്തിൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ആ പിതാവായ ദൈവത്തിൻ്റെ സ്വത്തുക്കളാകുന്ന അധികാരവും ആത്മാവും അതുപോലെ ഭൗതികമായ നന്മകളെല്ലാം അതിൻ്റെ ഷെയർ ഒരു ദൈവ പൈതലിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ പുത്രന്മാർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോട് ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, അപ്പോൾ നാം മക്കളാകുവാൻ എന്ത് ചെയ്യണം? ദൈവമക്കളാകുവാൻ ഞാൻ എന്തു ചെയ്യണം? തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ആരെയാണ് ദൈവത്തിന്റെ മക്കളായി ദൈവം വേർതിരിക്കുന്നത്? ഒന്നാമതായി അവിടെ കാണുവാൻ കഴിയും മത്തായി സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അവൻ സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു, നമുക്കൊരു മകൻ നൽകപ്പെട്ട് നമുക്കൊരു ശിശു ജനിക്കും, ആധിപത്യം അവന്റെ തോളിരിക്കും, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന് പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നോക്കുക, യേശു കർത്താവിനെ സമാധാനത്തിന് പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരം എഴുതി വെച്ച പ്രമാണമാണ് യെശയ്യാ പ്രവചന ഗ്രന്ഥ. അതിനകത്ത് പറയുന്നു അവൻ സമാധാനത്തിന് പ്രഭു. അങ്ങനെയാണെങ്കിൽ അവന്റെ മക്കളായിരിക്കുന്നവർ സമാധാനം ഉണ്ടാക്കുവാൻ ഇടയായിത്തരും. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞു, എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് തൻ്റെ പ്രിയ മക്കളുടെ മേൽ സമാധാനം, യേശുവിൻ്റെ സമാധാനം നൽകി. ആ സമാധാനത്തിൽ നിന്നുകൊണ്ട് ദേശത്തിലും സമൂഹത്തിലും ജനത്തിനിടയിൽ സമാധാനം ഉണ്ടാക്കുന്നവൻ ആണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. ഇന്ന് ലോകത്ത് നോക്കാമെങ്കിൽ
എവിടെയാ സമാധാനം ഉണ്ടാക്കുന്നത്? രാഷ്ട്രീയമായും രാജ്യങ്ങൾ തമ്മിലും അസമാധാനത്തിനു വേണ്ടി പടവരുകുമ്പോൾ, യുദ്ധങ്ങളും യുദ്ധക്കളങ്ങൾക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ, അണുബോംബുകൾ ഉണ്ടാക്കി രാജ്യത്തെ ചിത്രിപ്പിച്ച് നശിപ്പിക്കുവാൻ തക്കവണ്ണം അണുവായുധങ്ങളും മറ്റ് ഉപകരണങ്ങൾ കൊണ്ടുവച്ച് ശേഖരിച്ച് ഒതുക്കി വയ്ക്കുമ്പോൾ, ഇതിൽ വെച്ച് മനസ്സിലാക്കുവാൻ കഴിയും ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുവാനല്ല യുദ്ധ ഉപകരണങ്ങൾ സംഘടിച്ച് ശേഖരിക്കുന്നത്, അണുആയുധങ്ങൾ കരുതുന്നത് സമാധാനത്തിന്റെ അടയാളമല്ല, അത് അസമാധാനത്തിന്റെ വെളിപ്പെടുത്തലാണ് എന്നവിടെ കാണുവാൻ കഴിയും. എവിടെ ഒരു കുടുംബത്തിൽ ഒരു മാതാപിതാക്കളിൽ ജനിച്ച് വളർത്തപ്പെട്ട മക്കൾ പോലും തമ്മിൽ സ്തോത്രം വെടിയുണ്ട പൊട്ടുന്നത് പോലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സഹോദരങ്ങൾ തമ്മിൽ വാളെടുക്കുന്നു. സ്തോത്രം അയൽക്കാർ തമ്മിൽ യുദ്ധത്തിനൊരുങ്ങുന്നു. ജാതികൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി അസമാധാനം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ വാക്കും യേശുവിൻ്റെ പ്രസ്താവനകളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുകയാണ്. ഇവിടെ കാണുവാൻ കഴിയുന്നത് സമാധാനം ഉണ്ടാക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആർക്കാ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയുന്നത്? ഒരു മനുഷ്യന് സമാധാനത്തിൻ്റെ നിലവാരം, സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ്റെ സമാധാനം മറ്റുള്ളവരിൽ പകരുവാനിടയാകും. അവനേകരുണ്ട് പ്രശ്നങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കി വാക്കുവാദങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല, അവൻ്റെ മുമ്പിൽ തലകുനിക്കാൻ പാടില്ല, ഇവൻ്റെ മുമ്പിൽ ക്ഷമിക്കാൻ പാടില്ല, അത് നമ്മുടെ പ്രസ്റ്റേജിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞ് വ്യക്തിത്വത്തെ പൊക്കിപ്പിടിച്ച് സമാധാനത്തെ നശിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് സമാധാനം നമുക്ക് ഒടുക്കി കൊടുക്കുവാൻ, സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല? ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞാൽ പ്രസ്റ്റേജ്, വ്യക്തിത്വത്തെ പൊക്കിപ്പിടിക്കുന്നു. ദൈവികത്തെ ഉയർത്തേണ്ട സ്ഥാനത്ത് വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിച്ച് സമാധാന അന്തരീക്ഷങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കടന്നു പോകുന്നത്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, സ്തോത്രം, നമ്മൾ ഞാനെന്ന് ഭാവിക്കാതെ, വ്യക്തിത്വം ഞാൻ എന്തോ ആണെന്നുള്ള തോന്നലുണ്ടാകാതെ ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ആത്മീയ തത്വത്തിൽ മുറുകെ പിടിച്ച്, ദൈവികത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്തോത്രം നമ്മൾ മുന്നോട്ട് പോകുക. മാനുഷികമായ മണ്ഡലങ്ങളെ, മാനുഷികമായ ചിന്തകളെ, വ്യക്തിത്വങ്ങളെ ഉയർത്തിപ്പിടിക്കാതെ ദൈവികത്തെ ഉയർത്തി, ദൈവിക തത്വസംഹിതകളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ മറ്റുള്ളവരെ സമാധാനം ഉണ്ടാക്കുവാൻ, മറ്റുള്ളവർക്ക് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുവാൻ നമുക്ക് ദൈവം കൃപ തരികയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ ദൈവം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രന്മാരാണ്, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കുക, അവർ ഓഹരിക്കാരായി തീരുകയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കി കൊണ്ടുവരാം. രണ്ടാമതായി യേശുവിൻ്റെ മക്കൾ ആകുവാൻ ആരെയാണ് ദൈവത്തിൻ്റെ മക്കളാക്കുന്നത്? മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-45 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 44-45 വാക്യം പഠിക്കുമ്പോൾ, നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രന്മാരാകേണ്ടതിന് ദൈവം നിങ്ങളെ കാണുക. ഇവിടെ പറയുന്നു, നിന്റെ ശത്രുക്കളെ നീ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടി നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരും എന്നവിടെ കാണുവാനിടയാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരണമെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. അവിടെ കാണുവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആരും ശത്രുക്കളില്ല എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാം. ആ വചനം പറയുന്നത് ജഡരക്തങ്ങളല്ല നമ്മുടെ പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ലോകത്തിൻ്റെ ദേശത്തിൻ്റെ അധിപതിയും ജഡരക്തങ്ങളോടല്ല പോരാട്ടമുള്ളത്, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗത്തിലെ ദുഷ്ടാത്മസേനകളോടുമാ നമുക്ക് പോരാട്ടമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ശക്തിയെ നിന്റെ ശത്രുക്കളാ, ഇതിനോട് നീ പൊരുതി എതിർക്കുവാനിടയാകണം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തിലൂടെ അവര് ശത്രുക്കളെ സ്നേഹിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെടട്ടെ.
മാത്രമല്ല നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ സ്തോത്രം. നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന പല വിധത്തിൽ നമ്മളെ ഉപദ്രവിക്കാറുണ്ട്. നമ്മുടെ സമ്പത്തുകളെ ഉപദ്രവിക്കാറുണ്ട്, നമ്മുടെ സന്തോഷത്തെ ഉപദ്രവിക്കാറുണ്ട്, നമ്മുടെ സന്തോഷത്തെ സമാധാനത്തെ ഉപദ്രവിക്കുന്നവരുണ്ട്. പല വിധത്തിൽ പീഡിപ്പിക്കുന്ന പല സ്വഭാവമുള്ള മനുഷ്യരുടെ ഇടയിലാണ് നാം പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതകളുണ്ട്. ആ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അവരോട് പ്രതികരിക്കല വേണ്ടത്, അവരോട് വഴക്കുണ്ടാക്കൽ വേണ്ടത്. പക്ഷേ മറിച്ചൊന്നുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാകണം. ആ പ്രാർത്ഥന അവരെ നല്ല സ്വഭാവത്തിൽ കൊണ്ടുവരുവാൻ, നിങ്ങൾ ഉപദ്രവിക്കണമെന്ന് തോന്നുന്ന ചിന്തകളെ ദൈവം എന്ത് ചെയ്യും? ആമേൻ മാറ്റി നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാവം അവരിൽ വെളിപ്പെടുത്തി നിങ്ങളോട് നിരപ്പ് പ്രാപിക്കുവാനിടയാകും. ആ നിരപ്പിൻ്റെ അനുഭവം നിങ്ങൾ കൊണ്ടുവരുമ്പോൾ പിതാവായ ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിട്ട് ഇതെൻ്റെ പുത്രനത്രേ. എഫെസ്യർക്ക് ലേഖനം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, ഇരുപക്ഷത്തെ ഒന്നാക്കിയ ദൈവിക സമാധാനം എന്ന് പറഞ്ഞാൽ രണ്ട് ചേരിയായി നിൽക്കുന്ന വ്യക്തികളെ ഒന്നാക്കുന്നതാണ് ദൈവത്തിൻ്റെ സമാധാനം. അങ്ങനെയാണെങ്കിൽ ഉപദ്രവിക്കുന്നവനോ വേണ്ടി പ്രാർത്ഥിച്ച് അവൻ്റെ ഹൃദയത്തിലൂടെ വരുന്ന ഉപദ്രവ ചിന്തകളെ, നിന്നെ പീഡിപ്പിക്കാനുള്ള ചിന്തകളെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിന്നോടുള്ള സ്നേഹത്തിലേക്ക് എത്തിച്ച് നിങ്ങളെ തമ്മിൽ ഒന്നാക്കുന്ന അനുഭവത്തിൽ നിങ്ങളായിത്തീരുമ്പോൾ ദൈവത്തിൻ്റെ ആമേ സമാധാനം നിന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, നീ എൻ്റെ പുത്രനായി തീർന്നിരിക്കുകയാ. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് ലോകത്തിൽ നമുക്കറിയാം രണ്ട് സംഘടിതമായ രണ്ട് ശക്തികൾ, ജാതിപരമായ, മതപരമായ, മറ്റ് രാഷ്ട്രീയപരമായ തമ്മിൽ ഭിന്നിപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ആഭ്യന്തര വകുപ്പുകൾ, പോലീസ്, മറ്റ് നിയമങ്ങളെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ ഒതുക്കുന്നത് ഏതെങ്കിലും ഒരു ചേരി അടിച്ചൊതുക്കി ലാത്തി ചാർജ് മറ്റ് ഇതുപോലുള്ള ആ രീതികളിൽ അവർ ഒരു വട്ടത്തെ അടിച്ചൊതുക്കിയിട്ട് മറ്റൊരാളിന് സമാധാനം ഉണ്ടാക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന ദൈവിക സമാധാനം. രണ്ടുപേർക്ക് ഒരു കുടുംബത്തിൽ രണ്ടുപേർ തമ്മിൽ ഭിന്നിച്ചു നിന്നാൽ രണ്ടുപേരെയും സ്തോത്രം ഡൈവേഴ്സ് ചെയ്യുന്ന നിലയിലല്ല, അവരെല്ലാവരെ ഒന്നാക്കുന്ന നിലയിൽ. ഇന്ന് പലപ്പോഴും പല മധ്യസ്ഥന്മാർ സ്തോത്രം ഒരു കുടുംബജീവിതത്തെ രണ്ടുപേരെ രണ്ടാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയും രണ്ടാക്കരുത്. വചനം പറയുന്നു, ആമേൻ, ദൈവത്തിന്റെ നാമത്തിൽ ഒരു രണ്ടുപേരെ കുടുംബജീവിതത്തിലാക്കിയാൽ കർത്താവ് ഇവരിനി രണ്ടല്ല ഒന്നത്രേ. ആമേൻ സ്തോത്രം. അങ്ങനെ ഒന്നായി ഇവരും ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപിരിക്കരുത്. ഇതുപോലെയാണ് ദൈവം പറയുന്നത് ഒന്നായി നിൽക്കണമെന്നും. പക്ഷേ പലരും രണ്ടാക്കി തീർക്കുമ്പോൾ, ആമേൻ, ലോകത്തിലെ ശക്തികൾ രണ്ടാക്കി തീർക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഇരുപക്ഷത്തെ ഒന്നാക്കുന്ന ഏതൊരു വ്യക്തിയുണ്ടോ അവരെ ദൈവം പറയുന്നു എൻ്റെ പുത്രന്മാരെന്ന് ദൈവം വിളിക്കപ്പെടും. അവർക്കാണ് ദൈവത്തിൻ്റെ അധികാരങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ അവർക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരുന്നത്. ദൈവത്തിൻ്റെ സകല അധികാരങ്ങൾ ലഭിക്കുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം ആത്മാവിനെ അവർക്ക് ലഭിക്കുവാൻ ഇടയാകുന്നത്, ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ അവർക്ക് നൽകുവാൻ ദൈവം ഇടയാക്കുന്നത്, ദൈവത്തിൻ്റെ സ്തോത്രം നന്മകൾ, ദൈവത്തിൻ്റെ അവകാശങ്ങൾ നമുക്കായി മാറ്റപ്പെടുവാൻ ഇടയായിത്തീരുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ ഇടയായിത്തീരും. മൂന്നാമതായി കാണുവാൻ കഴിയുന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അവകാശം കൊടുത്തു. ഇവിടെ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ മൂന്നാമത് ഒരു സമൂഹത്തിന് ഇവിടെ കൊടുക്കുക, ദൈവത്തെ കൈക്കൊള്ളണം, ദൈവത്തെ സ്വന്തമെന്ന് പറയണം. കർത്താവ് യേശു ക്രിസ്തു എൻ്റെ കർത്താവ്, രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമെന്ന് നീ സ്വയം കൈക്കൊള്ളുമ്പോൾ, ഏറ്റെടുക്കുമ്പോഴും അവൻ്റെ നാമത്തിൽ നീ വിശ്വസിക്കുമ്പോൾ, യേശു കർത്താവ് എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ 3 ആണികൾ അടിച്ചു രക്തം ചിന്തി മരിച്ചു അടക്കപ്പെട്ട് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിന് നിനക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്നത് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ കഴിയുന്നത് ദൈവ
ദൈവത്തെ കൈക്കൊള്ളുന്നവരാകണം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ പലപ്പോഴും നമുക്ക് പറയും ആമേ സ്തോത്രം, ആമേ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും വേണ്ടി മാത്രമായി ആമേ പല ദൈവത്തിൻ്റെ ആലയങ്ങൾ കടന്നു പോകാറുണ്ട്. എന്നാൽ പലപ്പോഴും പലരുടെ ജീവിതങ്ങൾ അവരുടെ പ്രാക്ടിക്കലായ അനുഭവങ്ങൾ നോക്കുമ്പോൾ ആമേ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ പലർക്കും ദൈവത്തെ കൈക്കൊള്ളാൻ കഴിയാത്ത, ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, ദൈവത്തെ ചുമക്കാൻ കഴിയാത്ത, ദൈവത്തിൽ വസിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് അവർ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനിടയാകും. ആ മണ്ഡലങ്ങളിൽ നിന്ന് നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം ഏൽപ്പിച്ചുകൊണ്ട് ആമേ സ്തോത്രം ദൈവത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ആമേ മുന്നോട്ട് പോകുമെങ്കിൽ ആമേ ദൈവ മക്കളാകുവാൻ ദൈവം നമുക്ക് അധികാരം തരുന്നു. സമാധാനമുണ്ടാക്കുന്നവർ, 2 ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, 3 ദൈവത്തെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അവകാശം. ആമേ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ പഠിക്കുമ്പോൾ റോമർ 8:14 പറയുന്നു, ആമേ എൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നത് ആരെയാ? യോഹാവൻ പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോൾ ജോസഫ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ നിനക്ക് ഹിതവും പ്രസാദമായത് ചെയ്യുവാൻ എനിക്ക് കൃപ തരണമേ. ഹിസ്കിയാ രാജാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ നിന്റെ മുമ്പിൽ നടന്ന വിശ്വസ്തത ഏകാഗ്രയും നിനക്ക് പ്രസാദമായത് ചെയ്തത് നീ എന്നെ ഓർക്കണമേ. ആമേൻ. മോശ പറഞ്ഞു ദൈവത്തിന് പ്രസാദമായത്, ദൈവത്തിന് ഹിതമായത് ചെയ്യുവാൻ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാനിയേൽ പ്രാർത്ഥിച്ചു ദൈവത്തിന് ഹിതമായത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ആമേൻ അനുസരിക്കുന്നവരുടെ പ്രാർത്ഥനയാണ് ആമേൻ ഈ അനുഭവം. പ്രൈസ് ദി ലോർഡ്. അവിടെ കാണുവാൻ കഴിയുന്നത് ആമേൻ ദൈവത്തിൻ്റെ പ്രസാദമായി ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവർ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ദൈവമേ ആമേൻ നിൻ്റെ ഇഷ്ടം നടക്കണം, നിൻ്റെ ഹിതമാണെങ്കിൽ നിൻ്റെ ആത്മാവിനെ നടത്തണം, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ വഴികളിൽ നടന്നു നോക്കിയാൽ നിശ്ചയമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളിലൂടെ നടത്തുവാൻ ആമേൻ ദൈവം. അതിന് ആത്മാവ് നടത്തുമ്പോൾ നമുക്ക് വിശ്വാസം വേണം. എന്താണെന്നറിയാമോ? ആമേൻ ആത്മാവ് നമ്മുടെ ദോഷമായിട്ടൊന്നും ചെയ്യാൻ അനുവദിക്കത്തില്ല, ദോഷമായ വഴിയിൽ വിടത്തില്ല, ആപത്തിൽ വിടത്തില്ല, നഷ്ടം വരുത്തുന്നിടത്ത് വിടത്തില്ല, പരാജയം കടന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുകയില്ല എന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിന് പൂർണ്ണമായി കീഴ്പ്പെടുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ചിന്തകളിൽ ആമേൻ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും നമ്മുടെ കഴിവുകൾക്ക് മാത്രമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മുടെ സമ്പത്തിനൊത്തവണ്ണം നമ്മുടെ പലപ്പോഴും നമ്മെ നടത്താറുണ്ട്. കാശുണ്ടെങ്കിൽ എന്നും നേടാമെന്ന് തോന്നുമാറ് പലരും പല വഴികളിലൂടെ പോകാറുണ്ട്. ആമേ വിദ്യാഭ്യാസമുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ എന്തും നേടിക്കളയാമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. എന്നാൽ ആമേ ചില എളിയവരുണ്ട് ആമേ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ നിന്റെ ആത്മാവിനെ നടത്തണം, നിനക്ക് ഇഷ്ടമില്ലാത്തൊരു വഴികളിലൂടെ പോകരുത്, നിന്റെ ഹിതമായ വഴികളിലൂടെ പോകുവാൻ എന്നെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ആത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ആമേ മുന്നോട്ട് നടക്കുന്ന അനേകരെ കാണുവാനിടയാകും. ആമേ അങ്ങനെ പോകുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അവർ പരാജയം കാണുകയില്ല, അവരുടെ ജീവിതത്തിൽ ദോഷങ്ങൾ കടന്നു വരികയില്ല, അവരുടെ ജീവിതത്തിൽ പരാജയം കാണത്തില്ല, കഷ്ടതകൾ വരാൻ ദൈവം അനുവദിക്കത്തില്ല. കഷ്ടതകൾ വന്നാലും ലോകത്തെ ജയിച്ച ദൈവം അവർക്ക് ജയം കൊടുത്ത് കഷ്ടതയുടെ നടുവിൽ വിജയത്തിന്റെ പാവെ കൊടി പാറി പറയിപ്പിക്കുവാൻ സ്വർഗം അവർക്ക് ഭാഗ്യം നൽകുകയാണ്. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ ഈ ദൈവം വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ചാണോ നടക്കുന്നത് എങ്കിൽ നിശ്ചയമായി നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരും. ആ ഭാഗ്യപദവിയിലേക്ക് നിങ്ങളെ മുന്നോട്ട് നടത്തുവാൻ പരിശുദ്ധനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ പ്രതിബന്ധങ്ങൾ വിട്ട് ആത്മാവിനെ അനുസരിക്കുന്ന ഹല്ലേലൂയ മോശ ദൈവത്തിൻ്റെ ആമേ ഹിതം പ്രകാരം നടന്നു. നോക്ക്, ആമേ ദൈവം അവനെ ഓരോ പർവ്വതത്തിൽ വെച്ച് അഭിഷേകം ചെയ്ത് ദൈവം ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ധൈര്യമായി പുറപ്പെടുക,
ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ തക്കോടെ പറവാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിക്കനായ മനുഷ്യൻ, എനിക്കതിനൊന്നും യോഗ്യതയില്ല, കഴിയത്തില്ല എന്ന് പറഞ്ഞവൻ ദൈവസന്നിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയപ്പോൾ കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്റെ നാവോട് കൂടെ ഞാൻ ഇരിക്കും, നീ ധൈര്യമായി പുറപ്പെടുക എന്ന് ആമേ മോശയോട് ദൈവം പറഞ്ഞു. ദൈവം മോശയോട് കൂടെ ഇരുന്ന് അവൻ പോയിടത്തൊക്കെയും ദൈവം വിജയം നൽകി, ആമേ ജയം നൽകി. ദൈവത്തിൻ്റെ പുത്തൻ വഴികളെ ദൈവം തുറക്കുവാൻ പരിശുദ്ധനായ ദൈവം അവർക്ക് കൃപ നൽകുകയുണ്ടായി. ആമേ സ്തോത്രം. അതുപോലെ മോശ മുഖാന്തരം ദൈവം ആമേ ലോക ചരിത്രങ്ങളെ രണ്ടായി പിളർത്തിക്കൊണ്ട് ആമേ ചെങ്കടലിനെ പിളർത്തുവാൻ മോശ ദൈവം ഉപയോഗിച്ച്. ലോകത്തിൽ നിന്ന് നോക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് സുനാമി, ആമേ ഇപ്പോൾ വന്ന് സുനാമി സുനാമി എന്ന് പറഞ്ഞ ആൾക്കാർ ഭയപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ആമേ ജപ്പാനിൽ സുനാമി വന്ന് ആമേ വെള്ളം ആമേ മതിൽ പോലെ പൊങ്ങി അനേകം ആമേ ഭവനങ്ങൾ, അനേക ബിൽഡിങ്ങുകൾ, അനേക വാഹനങ്ങൾ വെള്ളത്തിൽ മുക്കി താഴ്ത്തിയ സുനാമി വന്നപ്പോൾ ആമേ നമ്മൾ പറഞ്ഞു സുനാമി ഇപ്പോഴുണ്ടായതാണ്, അല്ലെങ്കിൽ ചില 5-6 വർഷങ്ങൾക്ക് മുമ്പ് നാം കേട്ടതാണ്. സുനാമി വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി, ഈ വെള്ളം കരകളിലേക്ക് പൊങ്ങി ഉയർന്നു വന്നു എന്ന് ആൾക്കാർ പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ അറിയുന്നുണ്ടോ ആദ്യമായി സുനാമി ഉണ്ടായത് ആമേ ചെങ്കടലിൽ മോശയുടെ കൈ ചെങ്കടലിനെ നേരെ നീട്ടിയപ്പോൾ ആമേ സ്വർഗത്തിലെ ദൈവം ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ആമേ ആ കാറ്റിനാൽ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ച് വെള്ളം മതിൽ പോലെ നിർത്തി. ആദ്യമായി സുനാമി ഉണ്ടായത് മോശയുടെ കാലഘട്ടത്തിലാണ്. അന്ന് ആമേ സ്തോത്രം മോശയിലൂടെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തു, ആമേ അതിശയങ്ങൾ ചെയ്തു. ഫറവോനും കൂട്ടരെ ആ ചെങ്കടൽ മുക്കുവാൻ മോശയുടെ കരത്തെ ഉപയോഗിച്ചു. ഞാനൊന്ന് പറയട്ടെ, ആത്മാവിനെ ആരനുസരിച്ച് നടക്കുന്നു അവരെ ദൈവം ആമേ സ്തോത്രം അനുഗ്രഹിക്കുകയും അവരിലൂടെ അത്ഭുതങ്ങൾ ചെയ്യിപ്പിക്കുകയും ചരിത്രങ്ങൾ തിരുത്തുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കുകയും ചെയ്യും. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാമോ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ മക്കളാകുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. 1 സമാധാനം ഉണ്ടാക്കുന്നവർ, 2 ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, 3 അവനെ കൈക്കൊണ്ടവർ നാമത്തിൽ വിശ്വസിക്കുന്നവർ, 4 ദൈവത്തിന്റെ ആത്മാവിൽ നടക്കുന്നവർ അവർ ദൈവത്തിന്റെ പുത്രന്മാരാണ്. അവർക്കാണ് പിതാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ സകല നന്മയുടെ അവകാശത്തിന് ഉടമയാകുന്നത്. അതിനുവേണ്ടി നമുക്ക് കേൾപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനാസ്തു ഈ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കൃപ ഇവരുടെ മേൽ പകരണമേ കർത്താവേ. അവരുടെ ദൈവമക്കളായി തീർന്ന് മക്കൾക്കുള്ള അവകാശം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ ജീവിതത്തിൽ പകരുവാൻ, ദൈവത്തിൻ്റെ അവകാശങ്ങളുടെ ഉടമസ്ഥാവകാശം തൻ്റെ ജനത്തിന് ലഭിപ്പാൻ പരിശുദ്ധ ദൈവമേ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറയിൽ മറച്ചോളും യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ പ്രോഗ്രാം കാണുക. ഇതിൽ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിലോ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് തുടർന്ന് ബന്ധപ്പെടാം. ഏതു സമയത്തിലും ഏതു വിഷയത്തിനും പ്രാർത്ഥനയിൽ മറുപടിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്യത്തിൽ വിരാമം ഇടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, ഈ പ്രോഗ്രാം ആമസ്തോത്രം നടത്തുവാൻ അധികം ചെലവുകളുണ്ട്. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ആത്മപ്രേരിപ്പിച്ചാൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല തുടർന്നും ആമസ്തോത്രം ഇതിനെ സ്പോൺസർ ചെയ്ത് സഹായിക്കുവാൻ ദൈവനാമത്തിൽ ആവശ്യപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഈ ഫോൺ നമ്പർ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. ആമേൻ.